ഇവരെ പ്രസംഗം കേട്ടാൽ കൈയടിക്കും, ഇവര് കുത്തുന്നതോ മറ്റവരുണ്ടായി കുത്തി കൊടുക്കും. ഇതെല്ലാം കള്ളന്മാരായിരിക്കുന്നത്. അവരെല്ലാം കൈയടിച്ച് നാനാർ പ്രസംഗിച്ചപ്പോൾ സിദിയാജി ലീഡർ നോക്കിയിട്ട് പറഞ്ഞു പോലും, ഞാനും നായനാരും ഒക്കെ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത്. എന്റെ വാപ്പനെ പറ്റിയാണ് പറയണത്. വാപ്പന്റെ വാനെ പറ്റി പറയണം. മൂപ്പര് ചിരിക്കുകയില്ല, ചിലപ്പോ ഒരാഴ്ച ഒന്നും ചിരിക്കില്ല. ബൈക്കിന്റെ മുമ്പിൽ നാട്ടുകാരെല്ലാം ചിരിക്കും. നായനാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നായനാര് ചിരിച്ചോണ്ട് അതെ ആരാന്ന് ചോദിക്കാം. അപ്പൊ ഇവനെ സ്കൂൾ പഠിക്കുന്ന ഒരു ചെറിയ ചെക്കനാ. ഞാൻ വിദ്യാർത്ഥിയാണെന്ന്. ആ ശരി, എന്താ ചോദിച്ചു? അപ്പൊ പറഞ്ഞു, ഇവിടെ അധ്യാപകരില്ല. അപ്പൊ അധ്യാപകരില്ലാണ്ട് നീ എങ്ങനെ അവിടെ വിദ്യാർത്ഥിയായിരുന്നു? ഉമ്മൻചാണ്ടി ലീഡറെ ക്ഷമിക്കണം കേട്ടോ. താൻ പേടിക്കണ്ടോ, ആ വോട്ട് അസാധ് വെക്കിയ ഞാൻ തന്നെയാണ്. കെ സുരേന്ദ്രൻ ഒരു യാത്ര നടത്താണ്. മുരളിയേട്ടന്റെ പ്രസംഗമാണ്. മിന്നൽ ബസ് വരെ ഇത്ര വേഗത്തിൽ പോകില്ല. ആദ്യം കാസർഗോഡ്, പിന്നെ കോഴിക്കോട്, പിന്നെ പാലക്കാട്, പിന്നെ കഴിഞ്ഞു. നമ്മൾ ഒരു സവിശേഷമായ സദസ്സിലാണ് ഇരിക്കുന്നത്. ഇവരെയൊക്കെ ആദ്യമായിട്ടാണ് പലരെയും നേരിൽ കാണുന്നതും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയുന്നതും. ജോണട്ടൻ ആദ്യം തന്നെ പറഞ്ഞത് 10:30 തമാശ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാകുമായിരുന്നു. ഈ പരിപാടിയുടെ തലക്കെട്ടിൽ തമാശ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസനെ ഓർമ്മിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ആദ്യം സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശ്രീനിവാസന്റെ സിനിമയിൽ നിന്ന് ഒരു രണ്ട് ചോദ്യം ചോദിച്ച് നമുക്ക് അടുത്ത രാഷ്ട്രീയത്തിലേക്ക് വരാം. സിനിമകൾ ആസ്വദിക്കാറുണ്ടോ? ശ്രീനിവാസന്റെ ഇഷ്ടപ്പെട്ട തമാശകൾ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? സിനിമ ആസ്വദിക്കാറുണ്ട്. ചെറുപ്പകാലത്തൊക്കെ സിനിമ ഇഷ്ടംപോലെ കണ്ടിരുന്നു. ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഹരായിരുന്നു. സിനിമ കാണാൻ പോകുന്ന ആസ്വദിക്കാനാണ്. ദുഃഖം സങ്കടം കാണാൻ വേണ്ടി സിനിമ കാണാൻ പോട്ടെ. നാട്ടിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് എല്ലായിടത്തും ഒക്കെ അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പല തമാശകളും, അദ്ദേഹത്തിന്റെ മോഹൻലാലും അതേപോലെയുള്ള അറുപേഴ്സിൽ പോയ കാര്യങ്ങളും ഒക്കെ, ആ തമാശകളൊക്കെ ആലോചിച്ചാല് വളരെ നമ്മളെന്നെ അതിലേക്കാണ് ജയിച്ചു പോകും. അതൊക്കെ നാച്ചുറലായിരുന്നു. അത് അഭിനയം എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായിരുന്നു പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രതിഭയായിരുന്നു. നമുക്ക് മറ്റുള്ളവർക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആണ്. അപ്പൊ ജോണേട്ടാ, നമുക്ക് പെട്ടെന്ന് ഈ ഒരു റൗണ്ട് പൂർത്തിയാക്കി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. രാഷ്ട്രീയത്തിലെ തമാശകളിലേക്ക് വരണം. ജോണേട്ടൻ ഒന്ന്. തമാശ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും വലിയ ഗൗരവമൊന്നും വേണ്ട. അതെ അതെ, പണ്ട് ചിരിച്ച തമാശ കേട്ടാ ഇപ്പൊ ആരും ചിരിക്കില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് എപ്പോഴും ഞാൻ ആലോചിക്കാറ്. വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറകില്. അതൊന്നും പറഞ്ഞാൽ ആരും ചിരിക്കില്ല. അതുകൊണ്ട് കളക്റ്റീവായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു തമാശ, ഇന്ന് തോന്നുന്ന തമാശ നാളെ തമാശ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ തന്നെ നമ്മള് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് രാഷ്ട്രീയക്കാരല്ല പറഞ്ഞു, സിനിമാ നടിമാരാവും. പണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യം കേട്ടിട്ടാണ് നമ്മളൊക്കെ ചിരിച്ചോണ്ടിരുന്നത്. ശ്രീനിവാസന്റെ തമാശകളെ കുറിച്ച് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക്. ശ്രീനിവാസന്റെ തമാശകൾ മുഴുവൻ, നിങ്ങൾ തമാശ പറയുന്നതല്ല പ്രശ്നം, ആള് ചിരിക്കണം. നമ്മൾ ശ്രീനിവാസൻ തമാശ പറയുന്നതുകൊണ്ട് ഗൗരവമായിട്ട് വിഷയം എടുത്ത് ആലോചിച്ച് ഇത് പറഞ്ഞാൽ ചിരിക്കുവോ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഫോട്ടോ എടുക്കുന്ന ഒരു രംഗം അല്ലേ? അതെ അതെ, ഫോട്ടോ എടുക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാൾ നിന്ന് മാമുക്കായ സ്മൈൽ എന്ന് പറയുന്ന രംഗം ഉണ്ടല്ലോ. ആ രംഗം പോലെ ഒരു രംഗം മലയാള സിനിമയില് ആർക്കെങ്കിലും എടുക്കാൻ പറ്റും? ഒരു ഫോട്ടോ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്പൊ ഭാര്യ ഭർത്താവിനെ നോക്കുന്നു, അവസാനം ആ ഫോട്ടോ വരുമ്പോ ആകെ കോനാകൃതി. അയാൾ അതിലൊക്കെ ഉള്ള ആ ചിരിയിലൊക്കെ ഈ ദക്കീമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ കളക്റ്റീവായിട്ടൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതിനെ കണ്ടെത്തി നമ്മുടെ മുമ്പിൽ തന്നു എന്നുള്ളതാണ് ശ്രീനിവാസന്റെ മിടുക്ക്. അല്ലാതെ ശ്രീനിവാസൻ നമ്മളെ ചിരിപ്പിച്ചു എന്നൊന്നും ലാഘവമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സിനിമാ നടന്മാരിലെ പലരും ഈ സിനിമ രംഗത്തുള്ളവർ പറയാറുണ്ട്, ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ബഷീറിനൊക്കെ അതിന്റെ ട്രിക്ക് അറിയാം. രവിയേട്ട, ശ്രീനിവാസന്റെ ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാം. ഒരു ഓർമ്മിക്കുന്ന തമാശകളിൽ നിന്ന്. ശ്രീനിവാസൻ സിനിമയിൽ വരുമ്പോൾ ഏത് കഥാപാത്രവുമായി അദ്ദേഹം വരുന്നു, നമ്മുടെ മനസ്സിൽ അപ്പോഴേ ഒരു ചിരിയുണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കേണ്ട അശോകരാജ്, അദ്ദേഹവും
നമ്മുടെ മമ്മൂട്ടിയും തമ്മിലുള്ള ഒരുമിച്ച് ആ സിനിമ നമ്മൾ കണ്ടാലേ അതിലോരോ ഭാഗവും നമ്മൾ ചിന്തിക്കാനും ചിരിക്കാനും എല്ലാം വേണ്ടിയുള്ളതാണ്. ചിരി എന്ന് പറഞ്ഞാൽ വെറും ചിരിയല്ല, അതാർക്കും ചിരിക്കാം. ഇത് ചിരിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്ത് ഒരു ആശയം കൊണ്ടുവരിക. അതിൽ ശ്രീനിവാസൻ വിജയിച്ച ഒരു ചിത്രമാണ് ആ ചിത്രം. സഹപാഠികൾ ഒരുമിച്ച് പഠിക്കുന്നു. പഠിച്ച സഹപാഠികൾ രണ്ടുപേരും, ഒരാൾ സമ്പന്നമായി ജീവിക്കുന്നു, ഒരാൾ ദരിദ്രവാസി. അയാൾ അവസാനം സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി വരും. ഇയാളൊരു ബാർബാവ്. ആ ബാർബർ ബാലിനെ നമുക്ക് മനസ്സൊന്നും വായിക്കാൻ കഴിയില്ല. ബാർബർ ബാലിൻ്റെ ബാർബർ ഷാപ്പ് ലോൺ എടുത്ത് പുതിയ ചെയർ വാങ്ങി. ആ ചെയർ എടുത്ത് കൊണ്ടുപോയ രംഗം, എന്നിട്ട് പഴയ ചെയർ തട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സിനകത്ത് കാണുമ്പോൾ ഒരേ സമയത്ത് നമുക്ക് ചിരിയും അതുപോലെ തന്നെ ചിന്തയും വരും. അതെല്ലാം ചേർന്നാണ് ശ്രീനിവാസൻ. മുരളി സാർ, മുമ്പൊക്കെ ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാവുന്നതിന് മുമ്പ് എല്ലാ സിനിമയും കാണുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയൊക്കെ അതിന് ശേഷം സമയം കിട്ടാറില്ല. പക്ഷേ ഈ കോവിഡ് കാലത്ത് കുറേ വിശ്രമം കിട്ടിയപ്പോൾ പഴയ സിനിമകളൊക്കെ ഇട്ട് കാണലായിരുന്നു ഹോബി. അതിൽ ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ നല്ല രസകരമായൊരു കഥാപാത്രമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമയിലെ ഹാജിയാരുടെ റോള്. മൂന്നാം കെട്ട് കെട്ടിയ ഹാജിയാരുടെ ആദ്യ രാത്രിയിൽ ആ സീനാണ് ഏറ്റവും ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ശരിക്കൊരു മലബാർ ഹാജിയാരിനായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിനെ കണ്ടാൽ അത് ശ്രീനിവാസൻ എന്നല്ല തോന്നുന്നത്, അത് സാക്ഷാൽ ഹാജിയാർ തന്നെ. അത് കഴിഞ്ഞിട്ട് റംസാനിലെ ചന്ദ്രിക എന്നുള്ള പാട്ട് അതിലേറെ ഗംഭീരമായി. അവസാനം ആരുന്നി ആരിജ് എന്ന് പറഞ്ഞ ആ സീന് അത് എത്ര കണ്ടാലും മതിയില്ല. ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് ചിരിക്കാൻ പറ്റിയൊരു സീനായിരുന്നു ശ്രീനിവാസന്റെ. മറ്റു ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ അതിലേറ്റവും എന്നെ ആകർഷിച്ചതും ചിരിപ്പിക്കുന്നതും ഈ രംഗമാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിലെ ചിരി എന്ന വിഷയത്തിലേക്ക് വരാം. ഞാനിങ്ങനെ ചിരിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജോണാട്ടൻ പറഞ്ഞാണ് സത്യം. പഴയ ചിരി കേട്ടാൽ പുതിയ കാലത്ത് ചിരിക്കുമോ എന്നറിയില്ല, ചിരി വരുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ചില തമാശകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും വളരെ ആസ്വദിക്കാനും അതിൻ്റെ രംഗങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനും പറ്റാറുണ്ട്. അതിലൊരു തമാശ സീതി ആജി ഒരിക്കൽ നിയമസഭയിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു തമാശയാണ്. അദ്ദേഹത്തിന്റെ തമാശ പറയുമ്പോൾ ഒരു പ്രശ്നം, പലതും അദ്ദേഹം പറയാത്ത തമാശകളായാണ് പിന്നീട് പ്രചരിക്കപ്പെട്ടതെന്നുള്ളതാണ്. പക്ഷെ ഇത് നിയമസഭയിൽ അദ്ദേഹം വന്നു പറഞ്ഞ ഒരു തമാശയാണ്. അന്ന് നായനാർ മുഖ്യമന്ത്രിയാണ്, ലീഡർ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ നായനാർ വാഷിങ്ടൺ പോസ്റ്റും വേറെ 2-3 ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എടുത്ത് സഭയിലേക്ക് വന്നു വരും. എന്നിട്ടിങ്ങനെ ഘോരം പ്രസംഗിച്ചു. അപ്പോൾ നായനാർ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊന്ന്, എടോ ഇങ്ങനെ കാര്യമായി ഇടപെടണമെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സീതിയാജി ലീഡർ നോക്കിയിട്ട് പറഞ്ഞു പോലും, സത്യമാണ് ലീഡറെ, ഞാനും നായനാരും ഒക്കെ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത്. ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയോടുകൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വളരെ രസകരമായി വളരെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് അതിനുശേഷം അതിനകത്ത് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആസ്വദിച്ച് ചിരിക്കുകയാണെന്ന് സഭ മുഴുവൻ. അപ്പോൾ ആസ്വദിച്ചവരിൽ നായനാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബഷീർ സാഹിബിൽ നിന്ന് തന്നെ തുടങ്ങാം. സാഹിബ്, നമുക്കൊക്കെ കേട്ടറിവും വായിച്ചറിവും ഒക്കെ ഉള്ളൂ സീതിയാജി സാഹിബിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്നുള്ള നല്ല രസകരമായ തമാശകൾ എന്താണുള്ളത്? എല്ലാവർക്കും എന്റെ വാപ്പാനെ പറ്റിയാണ് പറയണത്. വാപ്പന്റെ വാനെ പറ്റി പറയണം. വാപ്പാക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. വാപ്പാക്ക് LP ആയിരുന്നു. അപ്പൊ വാപ്പ നിയമസഭയിൽ പറഞ്ഞു, എന്റെ വിദ്യാഭ്യാസ യോഗ്യത LP ആണ്. അപ്പൊ എല്ലാവരും ലോവർ പ്രൈമറി അല്ല. വാപ്പ അല്ല, ലോക പരിചയമാണ് എന്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. LPക്ക് നിർവചനം കൊടുത്ത ഒരാളാണ്. സഭയിൽ തന്നെ പറഞ്ഞു. പിന്നെ ഉരുളക്കും പേര് അപ്പൊ മറുപടി തരും. നിങ്ങൾ പറഞ്ഞ മാതിരി നായനാർ വാപ്പി ഭയങ്കര ബന്ധമായിരുന്നു. അപ്പൊ നായനാര് ശരിക്ക് SH വിദ്യാഭ്യാസമാണ്. വാപ്പ 4ാം ക്ലാസ്. വാപ്പ ഏത് പ്രസംഗത്തിലും എനിക്കും നായനാർക്ക് വിവരമില്ല എന്ന് പറയും. അപ്പോഴാണ് ആ വാഷിങ്ടൺ പോസ്റ്റ് അസംബ്ലിയിൽ നായനാർ വായിച്ചത്. അപ്പോഴാണ് വാപ്പ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇടയിൽ കയറി ഇടപെടും. മോഹൻലാൽ ലീഡർ അത് പ്രതിപക്ഷ നേതാവാണ് കരുണാകരൻ സാർ. അപ്പൊ വാപ്പ 1 മിനിറ്റ് ഇറങ്ങാണ്ട് എണീറ്റ് ചോദിച്ചു. അപ്പൊ നായനാർ ഇരുന്നു, സീതി പറയാറുണ്ട്.
അപ്പൊ സാർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധിന്റെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്രയൊന്നും അല്ല. ഞാനും നായനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോ ഇനി ഇവിടെ നിന്നാൻ പറ്റൂല എന്ന് വിചാരിച്ചപ്പോ അവര് പോയി. അപ്പോഴാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് അപ്പോൾ വന്നൊരു മറുപടിയാണ്. പിന്നെ ചില സമയത്ത് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ വരും. പണ്ട് നമ്മുടെ സുഗതകുമാരി ചേച്ചി കവി, അപ്പൊ ഈ മരം അന്ന് 82 വരൾച്ച വളരെ ഇതായപ്പോ നമുക്ക് ഈ കൂപ്പ് ബിസിനസ് കച്ചവടം, അപ്പൊ ഈ മരം മുറിച്ചിട്ടാണ് മഴ ഇടുമ്പോൾ അപ്പൊ അസംബ്ലിയിൽ ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ മഴ ഇങ്ങനെ അവിടെ മരമില്ലല്ലോ. അപ്പൊ പിന്നീട് അതായി ചർച്ച. ഏത് അറബിക്കടല് പണ്ട് നമ്മള് ഈ നീരാവി പോയി കാർമേഘങ്ങളായി കൂട്ടിമുട്ടിയാണ് മഴ പെയ്യുന്നതാണ്. അപ്പൊ പിന്നെ റിസർച്ച് എന്തായി, അറബിക്കടലിൽ മഴ പിന്നെ എങ്ങനെയാണെന്നുള്ളത് സംഗതി നിരുപദ്രവമായ ചോദ്യമാണെങ്കിലും അങ്ങനെയാണ്. അതൊക്കെ പിന്നെ ചിരിപ്പിക്കൽ, അത് അപ്പൊ പെട്ടെന്ന് വരുന്നതാ. ഓരോരുത്തർക്കും പെട്ടെന്നാണ് വരുന്നതാ. ഇരിക്കാനും അങ്ങനെ തന്നെയാണ്. അല്ല, ഈ കാലാവസ്ഥേന്റെ തമാശ പറഞ്ഞപ്പോഴാണ് എന്നെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അധികം ചിരിപ്പിച്ച കാലാവസ്ഥ തമാശ PV അൻവർ പറഞ്ഞ തമാശയാണ്. ജപ്പാനിലേക്ക് കാർമേഘങ്ങൾ ഇവിടുന്ന് പോയി നീരാവിയായിട്ട് മഴ പെയ്യുന്നുള്ള തമാശ. ഇങ്ങനെ ഇതൊക്കെ അത് സീരിയസ് ആണെന്നുള്ളതാണ് അതിന്റെ തമാശ. അതെ, ഗൗരവത്തിൽ പറഞ്ഞതാ. മുല്ല സാറേ, നമ്മുടെ ലീഡറെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള, ഞാൻ ഈ വിഷ്വലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, ലീഡറോട് ഏതോ ഒരു പിറന്നാൾ ദിനത്തിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ PG സുരേഷ് കുമാർ ചോദിക്കും, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു. അപ്പൊ മൂപ്പരിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, പെട്ടെന്ന് തിരിഞ്ഞു നോക്കും, എന്നിട്ട് പറയും ഓക്കെ ആണോ എന്ന് പറയും. ഇങ്ങനെ പെട്ടെന്ന് അവരുടെ തമാശകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാണ് കിട്ടുക. ലീഡറുടെ തമാശകൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്? എന്തെങ്കിലും അങ്ങനെ ഈ ലീഡറുടെ തമാശ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനിലുള്ള തമാശ ഏറ്റവും രസം. അല്ലാതെ ഒരു പ്രസംഗത്തിലൊക്കെ തമാശ പറയുന്നതല്ല. ഈ ഇൻഡിവിജ്വൽ കോൺവെർസേഷൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള പറയുന്ന ചില പൊട്ടിക്കൈകളുണ്ട്. ഒരു പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയല്ലേ മറന്നു പോകും. അപ്പോൾ ലീഡറെ കാണാൻ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് എന്നോട് വളരെ കാര്യമായിരുന്നു. നാളെ അസംബ്ലി തുടങ്ങുകയാണ്, അവിടെ പൂരായിരിക്കും ഇനി നാളെ, എന്തൊക്കെയോ ആരോ, അല്ല പൂരല്ല ഭരണി. സാറേ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ നിയമസഭയിലേക്ക് 2011 വന്നപ്പോൾ ഈ സ്പീക്കർ ഇലക്ഷൻ്റെ ഒരു വോട്ടിങ്ങിനെ പറ്റി, ഒരു സ്പീക്കർ ഇലക്ഷനാണ് പിറ്റേ ദിവസം. അപ്പം അതിൻ്റെ വോട്ടിങ്ങിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ ഉമ്മൻചാണ്ടി എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞൊരു തമാശയുണ്ടായി. അതായത് പുതിയ MLA-മാരാണ്, അതുകൊണ്ട് അന്നത്തെ 70-ന്റെ ബ്രിമ്മിലാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇലക്ഷനിൽ വോട്ട് അസാധുവായാൽ പോയി. അപ്പോൾ ഒരു മോക്ക് അസംബ്ലി പോലെ ഒരു പോളിംഗ് നടത്തി. അപ്പോൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ ചില MLA-മാർ പറഞ്ഞു, ഇതെന്താ ഞങ്ങളൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം. ഒന്നും വേണ്ടിയില്ല. ഏതായാലും സംഭവം വോട്ടെടുപ്പ് നടന്നു, ഒരു വോട്ട് അസാധുവായി. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാണ് ശരി. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ലീഡറെ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ പറയാൻ കാരണം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല, ഞങ്ങൾ പുതിയ ആൾക്കാർ. താൻ പേടിക്കണ്ടോ, ആ വോട്ട് അസാധു വയ്ക്കുക ഞാൻ തന്നെയാണ്. അതായത് അപ്പൊ ഇതിങ്ങനെ വോട്ടിംഗ് ഇങ്ങനെ പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജനപ്രതിനിധികളായിട്ട് വന്ന ആൾക്കാർക്കൊരു അവർ ഇൻസൾട്ട് ചെയ്യുന്നവർ അന്നത്തെ കാലമാണ്, ഇന്നത്തെ കാലമല്ല. അപ്പോൾ അവർ തോന്നി ഇതെന്തിനാണ് ഞങ്ങൾക്ക് പരിശീലനം നൽകുന്നത് എന്തിനാ. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാൻ അദ്ദേഹം തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഒരു വോട്ട് അസാധുവായ വോട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് അസാധുവായത്. പിന്നെ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വിറ്റ് ഞാൻ കേട്ടിട്ടുള്ളത്, അന്ന് ഈ സഭയിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വലിയ തർക്കം നടക്കുകയാണ്. അവസാനം 5 MLA-മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു പ്രതിപക്ഷത്തുള്ള. അങ്ങനെ അത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പേപ്പർ പ്രതിപക്ഷത്തുള്ള അംഗം തട്ടിപ്പറിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്. പെട്ടെന്ന് അധികം പോക്കറ്റിൽ നിന്ന് വേറൊരു കത്തെടുത്ത് പേര് വായിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് പേപ്പർ ഗീശയിൽ വെച്ചു. അപ്പൊ അത് പെട്ടെന്ന് എടുത്ത് സസ്പെൻഡ് ചെയ്തായിട്ട് വായിക്കുകയും സ്പീക്കർ അംഗീകരിച്ച് 5 പേരെ സസ്പെൻഡ് ചെയ്തു.
അല്ലെങ്കിൽ പിന്നെ പ്രവർത്തകരോട് ഒറ്റ കാര്യം മാത്രമേ നോക്കണ്ടൂ. ഒരു അഭ്യാസം എൻ്റെ അടുത്ത് നടക്കില്ല, പക്ഷെ എൻ്റെ കണ്ണട പോകാണ്ട് ശ്രദ്ധിച്ചോളണം. കണ്ണട പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു. 2005 ഞാൻ പാർലമെൻറ്റ് മത്സരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഒരു കരുത്ത്. അപ്പോൾ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ജയിക്കണം, ജയിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കണം, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നോ. ആ വാക്കിൽ ഒരു സാധാരണ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കല്ല, എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി നിശ്ചയമുള്ളൊരു വാക്കാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ള ഒരാളാണ് അദ്ദേഹം. പാലക്കാട് ഞാൻ പോയൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെ പറ്റി ഏതോ ഒരു പത്രത്തിനകത്ത് തെറ്റായി പറഞ്ഞു, ലീഡറെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതൊന്നും താൻ കാര്യമാക്കണ്ട. അത് രാഷ്ട്രീയത്തിൽ അതുപോലുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്. അല്ല എനിക്ക് അതിൽ ഒരാളെ ഞാൻ പറയാം, നമ്മൾ വിട്ടുപോയത് നായനായി. അല്ല നായനാരെ ഞാൻ നായനാറിലേക്ക് വരാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ ഓർമ്മയിലുള്ള വേറൊരു ദൃശ്യം എന്ന് പറയുന്നത് എറണാകുളം ഉപതെരഞ്ഞെടുപ്പിലാന്ന് തോന്നുന്നു. അന്ന് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായ സമയമാണ്. അപ്പോ സെബാസ്റ്റ്യൻ പോൾ മത്സരിക്കുകയാണ്. അപ്പൊ ലീഡറോട് ചോദിക്കുകയാണ്, ആര് ജയിക്കും ചോദിക്കുകയാണ്. അപ്പൊ ടി വി കണ്ടോണ്ടിരിക്കുക. ടി വി നമ്മളെല്ലാവരും ടി വി കാണുന്നവരാണല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ അതെ അതെ ടി വി നോക്കുക. അതെ അതെ അത് നൽകുന്ന സൂചനകളുണ്ടല്ലോ. അത് ഒരു ശരിക്കത് രാഷ്ട്രീയ ദീർഘദൃഷ്ടിയുള്ളവർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. നായനാരുടെ തമാശയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു തമാശ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള പരിപാടിയിലേക്ക് ഒരു കുട്ടി വിളിക്കുന്നതാണ്. നല്ല രസകരമായൊരു സന്ദർഭമാണത്. ലൈവാണ് അതൊക്കെ. അതായത് നമ്മൾ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറയുന്ന പോലെയല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഞാനിപ്പോ പരിപാടി ചെയ്യുമ്പോഴായാലും നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ റെക്കോർഡായിട്ട് ഇത് ലൈവിൽ ഇരുന്നിട്ട് പറയാണ്. ഒരു കുട്ടി വിളിച്ച് ചോദിക്കാണ്, നായനാരല്ലേ എന്ന്. അപ്പൊ ഈ നായനാരല്ലേ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ ഒരു പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരമൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യം ചിന്തിച്ച പോയിന്റ് അതാണ്. അതിന്റെ തമാശയിലേക്ക് പിന്നീട് വരാം. നായനാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നായനാര് ചിരിച്ചോണ്ട് അതെ ആരാന്ന് ചോദിക്കാം. അപ്പൊ ഇവനെ സ്കൂൾ പഠിക്കുന്ന ഒരു ചെറിയ ചെക്കനാണ്. അപ്പൊ ഓൻ പറയാണ്, ഇങ്ങനെ ഞാൻ വിദ്യാർത്ഥിയാണെന്ന്. ആ ശരി, എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ അധ്യാപകരില്ല. അപ്പൊ അധ്യാപകരില്ലാണ്ട് നീ എങ്ങനെ അവിടെ വിദ്യാർത്ഥിയായിരുന്നു ടീച്ചറിന്? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വളരെ രസകരമായ തമാശകൾ, ഇവരുടെ ഒരു ജനാധിപത്യ ബോധം, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് പുതിയ കാലത്ത് അങ്ങനെ ഉള്ള ഒരു ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്നുണ്ട്? ഇതില് നല്ല വിശാല മനസ്കരായ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും, സ്വന്തം പരിഹസിച്ചാൽ. ഇപ്പൊ ഞാനൊരു 26-27 കൊല്ലം MVRന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് നിന്നൊരാളാണ്, അസിസ്റ്റന്റ് സെക്രട്ടറിയായി. മൂപ്പര് ചിരിക്കുകയില്ല, ചിലപ്പോൾ ഒരാഴ്ചയൊന്നും ചിരിക്കില്ല. എന്നാൽ ബാക്കി പ്രസംഗം അതേ ചിരിക്കാത്ത ദിവസം തന്നെ മൈക്കിന്റെ മുമ്പിൽ നാട്ടുകാരെല്ലാം ചിരിക്കും. അതൊരു പ്രത്യേക ഒരു രീതിയാണ്. സ്വയം ചിരിക്കാത്ത ഒരാള് വളരെ ഇൻട്രോവർട്ടാണ് പലപ്പോഴും. പക്ഷെ ഈ ഇൻട്രോവർട്ടായ ആള് കാണാം മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ നായനാരായിട്ടായാലും വേറെ ആൾക്കാരെ തമാശ പറയാനും പണ്ട് ലീഡറെ കുറിച്ചായാലും ഒക്കെ പറയുമ്പോൾ ആൾക്കാർ കൂടാതെ ചിരിക്കും. അതൊരു അസാമാന്യമായ കഴിയാണ്. പക്ഷേ ഈ MVRനെ കൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ശ്രീനിവാസിന്റെ ഒക്കെ തമാശകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് ഷോക്ക് എല്ലാ സെക്കൻഡ് ഷോക്കും ഞങ്ങളുണ്ട്. അവർക്കൊരു ടീമുണ്ട്, ഷൺമുഖദാസ്, കൃഷ്ണൻകുട്ടിയിട്ട് അങ്ങനെ ഒരു ടീമുണ്ട്, ഞങ്ങളൊരു ടീമുണ്ട്. അപ്പൊ സെക്കൻഡ് ഷോക്ക് പോയൊക്കെ ഇരിക്കുമ്പോൾ വലിയ തമാശയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ ഒരാള് മാത്രം തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ MVRാണ്. വലിയ തമാശയൊന്നുമല്ല. നമ്മുടെ കുതിരോട്ടം പപ്പുവിന്റെ ഒക്കെ സിനിമ കണ്ടാല് ചിരിയോട് ചിരിയാ. മറ്റേ നമ്മൾ വെള്ളാനകളുടെ നാട്. പക്ഷെ അതിൽ ചിരിക്കേണ്ട കാര്യമുണ്ട്, അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇവരെ ഈ ചിരിപ്പിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. അതിലൊരു ആളുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച ഒരാളായതുകൊണ്ട് ചിരിയുടെ രസങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ചിരിയിലെ എന്താണ് ഈ ചിരിക്കാനുള്ള കാരണം എന്നുള്ളത് വലിയൊരു, നിങ്ങളത് പിന്നെ അതിന്റെ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഒരു വിഷയമാണത്. നമുക്ക് എല്ലാവർക്കും കൂടി ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങള് പഴയ കാലത്തൊക്കെ റേസിസ്റ്റ് തമാശകളായിരുന്നു. അപ്പൊ ഈ റേസിസ്റ്റ് തമാശകളാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചിരിച്ചിരുന്നത്. ഇപ്പൊ അത് പറഞ്ഞാൽ കേസെടുക്കും, ഇപ്പൊ അത് പറയാൻ പാടില്ല. അപ്പോ ഓരോ കാലത്തും ഓരോ തമാശയുണ്ട്. ഇപ്പൊ ചാർലി ചാപ്ലിന്റെ തന്നെ
നല്ല തമാശയുള്ള പല രംഗങ്ങളും ഇപ്പോൾ അഭിനയിച്ചാൽ അതത്ര തമാശയായിട്ടൊന്നുമില്ല. ഇപ്പൊ ഇസ്തിരിപ്പെട്ടിയുടെ മുകളിൽ ഒരാൾ ഇരുന്നാൽ പണ്ട് ആൾക്കാർ ചിരിച്ചിരുന്ന രംഗമുണ്ട്. പഴത്തൊലി ചവിട്ടി വീണാൽ ആൾക്കാർ ചിരിക്കും, ഇതിപ്പോ ചിരിക്കും. അപ്പൊ ഈ ചിരി എന്ന് പറഞ്ഞാൽ ഓരോ ഒരു എവല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ ചിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ബോധം അനുസരിച്ച് കറക്റ്റായ ഒരു കാര്യത്തിനെ ചിരിക്കുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിച്ച് പറയാന്നുള്ളത് ഭയങ്കര പറ്റും. ഞാൻ പ്രസംഗത്തിൽ തമാശ പറയുന്ന ആളേ അല്ല, വളരെ ആവശ്യമില്ലാതെ ഗൗരവപ്പെടുന്ന ഒരാളാണ്. എന്നോട് ശങ്കരനാരായണ സാർ എപ്പോഴും പറയും, തന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രബന്ധം വായിക്കുന്നില്ല, വല്ലത് സിമ്പിളായിട്ടൊക്കെ വല്ലതും പറഞ്ഞാൽ ആൾക്കാർ. ഒരിക്കൽ ഞാൻ ആളെ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ മാത്രം പറയും. അപ്പോ ഒരാള് ഒരു സാങ്കല്പിക കഥയാണതൊക്കെ, ഒരു ലോക്കൽ സെക്രട്ടറി ഒരു യുവജന നേതാവിനോട് പറഞ്ഞു തന്നു, ഇയാൾ അനാവശ്യമായ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ CPM-നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ കാശ്മീരിൽ കോൺഗ്രസ് ആയിട്ട് ഐക്യമില്ലേ, ഇവിടെ മറ്റെടുത്ത് ഐക്യമില്ലേ, മറ്റേതൊന്നും അങ്ങനെ അവർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ LC സെക്രട്ടറി പറഞ്ഞു തന്നു, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയാണ്, ഈ പാർട്ടി ഓഫീസിലിരുന്ന് രാഷ്ട്രീയം പറയരുത്. പക്ഷെ ഈ തമാശ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചൊന്നുമില്ല. പക്ഷെ അത് നന്നായി ചിരിച്ചൊരു സ്ഥലം ഒറ്റപ്പാലം, ഒരു ജാഥയാണ്. അപ്പൊ ഈ ഒരേ തമാശ പല സദസ്സിനോട് പറഞ്ഞാലും പലതരത്തിലാണ് ചിരിക്കുക. അതുപോലെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ തമാശയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റില്ല. ഒരാളുടെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അപ്പം മകൻ പറയാണ്, അച്ഛൻ മരിച്ചതിലൊക്കെ പ്രയാസമുണ്ട്, പക്ഷെ ആ കിടക്കണ കിടപ്പ് കണ്ടാൽ ചിരി വരുന്നത്. അതിനേക്കാൾ ഒരു തമാശ, ക്രൂരമായൊരു തമാശ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് പൊളിറ്റിക്സിലൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളാം. അതെ. ഇപ്പോ ബഷീർ സാഹിബ് ഞാൻ ഒരു സഭയിൽ പറഞ്ഞു കേട്ടു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് ഗോവിന്ദൻ മാഷ് ഇരിക്കുമ്പോഴാണ്, മാഷ് ഇവരെ കുറിച്ച് നിങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടാന്നൊക്കെ. ഈ സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു പ്രാസംഗികൻ ബഷീർ സാഹിബാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ചിരിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെ അങ്ങ് വരികയാണോ? അത് അപ്പം വരുന്നതാണ്. പ്രിപ്പയർ ചെയ്ത് പോയ തമാശയാവൂല, മറുപടി ആവൂലല്ലോ. പിന്നെ ഓരോ ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു വെക്കുമല്ലോ. ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ സൈദ്ധാന്തികമായിട്ട് പറയുള്ളൂ, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലേ പറയുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർക്കേ മനസ്സിലാവുള്ളൂ. കാരണം ഒരു അദ്ദേഹത്തിന്റെ ഒരു ഞാനിങ്ങനെ ഈ ലോക്ക്ഡൗൺ ഉണ്ടായില്ല, അപ്പൊ ഞാൻ പറഞ്ഞ വൈരുദ്ധാഷ്ട്രമായ ഒരു ലോക്ക്ഡൗൺ ആണ്. കാരണം അന്ന് ഈ ലോക്ക്ഡൗൺ എങ്ങനെ വെച്ചാല് ഈ വർക്ക്ഷോപ്പ് തുറക്കാം, പക്ഷെ സ്പെയർ പാർട്സിന്റെ കട തുറക്കാൻ പറ്റൂല, ഹോട്ടൽ തുറക്കാം, ഇറച്ചി കട തുറക്കാൻ പറ്റൂല. അതൊരു വൈരുദ്ധാഷ്ട്രമാണ്. അന്നത്തെ ലോക്ക്ഡൗണിന്റെ അന്നത്തെ ഒരു സംഭവമാണ്. എന്റെ പ്രസംഗത്തിന് ശേഷമാണ് പിന്നെ രണ്ടും ഒരേ സമയത്ത് തുറക്കാതാക്കിയത്. കാരണം ഇറച്ചി കച്ചവടം മീൻ കച്ചവടം ചെയ്യാൻ പറ്റാത്തത് ഹോട്ടൽ വന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അത് അങ്ങനെ ഒരു സമയത്ത് വരുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ നിയമസഭയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്പീക്കർ ശംസീർ ഇങ്ങനെ എപ്പോഴും ഞാനായിട്ട് ഇങ്ങനെ കൂത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശംസീറായി എന്നോട് ഇങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമില്ല, ഏട്ടത്തിന് നിർത്തി അഞ്ചത്തിക്ക് കല്യാണം ആലോചിച്ചിട്ട് ഇന്നെ പറ്റി എന്നോട് എന്താ ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യം പാർട്ടി പറഞ്ഞാൽ പോലെ. അത് ഞാൻ റിയാസിനെ മിനിസ്റ്റർ ആക്കി ശംസീറിനെ അവിടെ MLA ഇരുത്തിയപ്പോൾ ഏട്ടത്തിന് നിർത്തി അഞ്ചിന് കല്യാണം ആലോചിച്ചത് ഞാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് പെട്ടെന്നാണ് വന്നത്. അത് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോയൊരു സംഭവമല്ല. അപ്പൊ അത് ഈ പെട്ടെന്ന് നമുക്ക് ഓരോ ഉരുളക്ക് ഉപ്പേരി മറുപടി ഇതാണ്. ചില സമയത്ത് ഞാൻ നമ്മള് ശിവൻകുട്ടി മിനിസ്റ്റർ ഈ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങനെ ഈ ചില മതപണ്ഡിതമായ നേതാക്കന്മാരെങ്ങനെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ കൊണ്ടുള്ള മാതിരി ഇങ്ങനെ ആനയിച്ചുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ച അസംബ്ലിയിൽ പ്രസംഗം ഞാൻ അവസാനം ഞാനൊരു ഇംഗ്ലീഷ് പറഞ്ഞതാണ്, വാട്ട് ഹാപ്പൻ ടു യു ചോദിച്ചു. അപ്പൊ സഭ എല്ലാവരും ചിരിച്ചു. അത് പെട്ടെന്ന് വരുന്ന ഒരു ഇതാണെന്നുണ്ട്. അല്ലാതെ അത് പ്രസംഗത്തിൽ വരും. പിന്നെ നമുക്ക് നിങ്ങൾ പറഞ്ഞ പാരമ്പര്യമായിട്ട് ഇപ്പൊ ബുർണിയാട്ടിന് ഇപ്പൊ അച്ഛന്റെ കുറെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അതേമാതിരി ഇപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാണ് നമ്മുടെ പ്രസംഗത്തിലൊക്കെ സരസമായിട്ട് അപ്പോൾ വരുന്നതാ. അല്ലാതെ എന്താ നമ്മളെ വായത് വരുന്നത് നമുക്കന്നെ പറയാൻ പറ്റൂല. ഇപ്പോ രവിയേട്ടന്റെ കാര്യം എടുത്ത രവിയേട്ടൻ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കും. പക്ഷെ തമാശയൊന്നും കേൾക്കാറില്ല രവിയേട്ടങ്ങളുടെ അടുത്ത്. അല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. അതിനു മുമ്പ് ഞാൻ ആലോചിക്കുക, ഒരാൾ ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിക്കണം. പ്രസംഗിക്കുന്നത് ജനങ്ങളെ വിഷയം മനസ്സിലാക്കാൻ, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ജനങ്ങൾ നമ്മളെ ഓരോ പ്രസംഗത്തിൻ്റെയും പ്രതികരണം അപ്പപ്പ് കാണിക്കും. ചിലപ്പോൾ കൈയടിക്കും, ചിലപ്പോൾ കൂവും. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. എന്നാൽ നായനാര പ്രസംഗത്തിൻ്റെ മീറ്റിങ്ങിൽ പോയാൽ നമുക്ക് പ്രത്യേക അനുഭവം. ഇപ്പം നെടുമങ്ങാട്
ഒരു എലക്ഷൻ മീറ്റിംഗ്, നായനാർ പ്രസംഗിക്കുന്ന മീറ്റിംഗ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ ജനക്കൂട്ടം. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായനാർ വരിക. അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, സഖാവ് നായനാർ വരിക, ഞാൻ പ്രസംഗം നിർത്താൻ പോവാം. അപ്പോൾ നായനാർ നിർത്തല്ല, നീ തട്ടിക്കോ. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ നിർത്താൻ പോവാന്ന്. സഖാവ് വരാൻ കാത്തുക്ക എല്ലാവരും. അല്ല, നിന്റെ പ്രസംഗം ഞാൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ല, താങ്കളെ പ്രസംഗം കേൾക്കാൻ കാത്തുക്കുക, എൻ്റെ പ്രസംഗം കേൾക്കാമെന്നാൽ അത് പിന്നെ ആവാം. ശരി, എന്നാൽ നീ എൻ്റെ പ്രസംഗം കേൾക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകളിലും ഇല്ലേ, നീ പ്രസംഗിച്ചപ്പോൾ കൈയടിച്ചില്ലേ? ഇവരൊക്കെ നിനക്ക് മനസ്സിലായോ? ഇവരത് എനിക്കറിയില്ല. ഇവരെ പ്രസംഗം കേട്ടാൽ കൈയടിക്കും, ഇവർ കുത്തുന്നതോ മറ്റോരുണ്ടായി കുത്തി കൊടുക്കും. ഇതെല്ലാം കള്ളന്മാരായി ഇരിക്കുന്നത്. ചിരിക്കും, പക്ഷെ അപ്പുറം കുത്തി കൊടുക്കും. ഇത്ര ജനങ്ങളോട് ഇതുപോലെ പ്രസംഗിച്ചിട്ടും അവരെല്ലാം കൈയടിച്ച് നാനാർ പ്രസംഗിച്ചപ്പോൾ, കള്ളന്മാരെന്ന് വിളിച്ചപ്പോൾ കൈയടിച്ച്. അതാ പ്രാസംഗികന്റെ ഏറ്റവും വലിയ ഗുണം. ജനങ്ങളുടെ മനസ്സിനെ ശരിക്കും തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ജനങ്ങളോട് പറയും. ഇത് നായനാർക്കുള്ള പ്രത്യേകതയാണ്. പിന്നെ ഒന്ന്, അതിൻ്റെ കൂടുതൽ വാക്ക് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പറയുമ്പം വരാത്തൊരു പേരാ സി അച്യുതമേനോൻ. അച്യുതമേനോൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ നാടകങ്ങൾക്ക് മിക്കവാറും കാണുന്നത്. ഒരു തവണ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു നാടകം നമ്മൾ രണ്ടുപേരും പോയി കണ്ടു. ആ നാടകത്തിൻ്റെ പേര് കോതാമൂരി എന്നാണ്. സംഭാഷണമൊന്നും കൃത്യമായിട്ട് കാര്യമായിട്ടില്ല. നാടകം കഴിഞ്ഞപ്പോൾ സംഘാടകരോട് ചോദിച്ചു, അച്യുതമേനോട് അഭിപ്രായം. ഞാൻ പറയും, ഇപ്പം ചോദിക്കണ്ട. ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായ നാടകം? എന്ത് നാടകം? കണ്ട ആൾക്ക് മനസ്സിലാവട്ടെ, ആൾക്ക് മനസ്സിലാവുന്ന നാടകം എന്താ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതാണ് പ്രസംഗത്തിന്റെ സാധാരണ രീതി. ഞാൻ പ്രസംഗത്തിന് ഇല്ല, ചിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഈ വാക്കിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും പറയുന്ന വാക്ക് അപ്പം കേട്ടിട്ട് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്താൻ പാടില്ലെന്ന് എനിക്ക് പറയാനുണ്ട്. അതുപോലെയാണ് കരുണാകരൻ, കരുണാകരൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് അതെല്ലാം നിറഞ്ഞേക്കുന്നത്. മുരളിയേട്ടൻ നന്നായിട്ട് തമാശ പറയും. കെ സുരേന്ദ്രൻ ഒരു യാത്ര നടത്താണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. യാത്ര കാസർഗോഡ് വിട്ടു, കോഴിക്കോട് എത്തി, അങ്ങനെ പോകും. മുരളിയേട്ടന്റെ പ്രസംഗമാണ്. അന്ന് മിന്നൽ ബസ് വന്ന സമയമാണ്. മിന്നൽ ബസ് വരെ ഇത്ര വേഗത്തിൽ പോകില്ല. ആദ്യം കാസർഗോഡ്, പിന്നെ കോഴിക്കോട്, പിന്നെ പാലക്കാട്, പിന്നെ കഴിഞ്ഞു. ജാഥയെ കുറിച്ചുള്ള ലീഡറുടെ കമന്റ് എന്താണെന്നറിയും. അപ്പോ ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ നല്ല അകൽച്ചയിൽ നിൽക്കുക. പൊതുവെ കെ കരുണാകരൻ പങ്കെടുക്കാത്ത ഒരു ഉദ്ഘാടനവും ഒരു സംസ്ഥാന പരിപാടിക്കില്ല. അപ്പൊ അത് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനെ നടന്നത്. അപ്പോ നെയ്യാറ്റിങ്കര പാറശാലയിൽ നിന്ന് കാസർഗോട്ടേക്കാണ് ഉമ്മൻചാണ്ടിയുടെ ജാഥ പോണത്. ലീഡർ അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്നിട്ടില്ല. എൻ്റെ ഈർഷ്യയും ഒക്കെ ഉണ്ട്. അപ്പോ ഒരാള് പത്രക്കാരി ചോദിച്ചു, അല്ല ലീഡറെ, ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ജാഥ എന്താ തലതിരിഞ്ഞ അല്ലേ ഇവിടുന്ന് ജാഥ. അല്ല, ഞാൻ മുരളിയേട്ടനോട് ചോദ്യത്തിലേക്ക് വരാം. ഈ തമാശകളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചിന്തിച്ചങ്ങ് പറയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? അല്ല, പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പോകാറില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കുറച്ച് തമാശകൾ കിട്ടി കാണുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറയാറുണ്ട്. ആലോചിച്ച് ഒരു തമാശ പറയാൻ പറ്റില്ല. തമാശ എങ്ങനെയാ തമാശയായിട്ട് മാറുന്നത്? നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് തമാശയായിട്ട് മാറുന്നത്. അല്ല, നമ്മൾ ആലോചിച്ച് ഒരു തമാശ ഉണ്ടാക്കിയാൽ അത് പണ്ട് ഒരു സിനിമയുണ്ടായാലും ശ്രീനിവാസന്റെ പറഞ്ഞ പോലെ ഒരു മറ്റേ എന്താ പറയണ്ടത്, പഴയ ഫലിതവിത്തുക്കൾ നോക്കിയിട്ട് അസ്ഥാനത്ത് പോയിട്ട് ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് ബോറടിച്ച പോലെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാൽ അത് ബോറടിക്കും. നേരെ മറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം. പെട്ടെന്ന് ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി ആയിട്ട് വരണം. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന മുമ്പൊക്കെ തമാശ പറഞ്ഞാൽ ആസ്വദിച്ചത്. ഇപ്പൊ തമാശയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനെ ജാതി മതപരമായിട്ട് വരെ വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടം. തമാശ പറയുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സീരിയസ് ആയി അല്ല, അത് ശരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? കാരണം നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തമാശകൾ പറയുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടാവണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയല്ലേ ശരിക്കും? അല്ല, ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉദ്ദേശവും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനുള്ള വ്യത്യാസം. നമ്മൾ പറയുമ്പോൾ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഉദ്ദേശം ഉണ്ടാവില്ല. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഞാനൊരു വനിതയായിട്ടുള്ളൊരു ഭരണാധികാരിയെ കുറിച്ച് ഞാനൊരു വിറ്റടിച്ചു. അവരുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ആള് കാണാനൊക്കെ കൊള്ളാം, പക്ഷെ വായ തുറന്നാൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണോ. അവസാനം പിറ്റേന്ന് എന്തായി, എൻ്റെ വീടിൻ്റെ മുമ്പിൽ സമരം.
ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ പറഞ്ഞ അവരുടെ ഒരു നേച്ചറിനെ പറ്റി ഞാൻ പറഞ്ഞ, പിന്നീട് അവരുടെ പാർട്ടി അവരെ കുറിച്ച് തന്നെ പറഞ്ഞ ആ കാര്യം. പക്ഷെ ഞാനന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയമായി, കാരണം ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു തമാശ പറയുമ്പോൾ അതിനെ തമാശയായിട്ട് എടുക്കണം, നേരെ മറിച്ച് അതിനെ ഗൗരവത്തിലെടുത്ത് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കും.